നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയാണ്. എല്ലാവരും കൈയെടുക്കുക. 3 കൂട്ടായിട്ട് അടിച്ച് ഒന്നാമത്തെ അടിക്കരുത്. 3 പ്രാവശ്യമാക്കി കൈയെടുക്കുക. നമ്മുടെ ആകാംക്ഷയോടെ കൂടെ കാത്തിരുന്ന കേരളത്തിലെ രണ്ടാമനെന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയും IT വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി അവർ ഇവിടെ സാഹിബ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളോട് നമ്മളെ മക്കളെ കാണുവാനും നമ്മളെ മക്കളെ വിഷമങ്ങൾ നേരിട്ട് കാണുവാനും നമ്മളെ പ്രയാസങ്ങൾ നേരിട്ട് അറിയിക്കുവാനും വേണ്ടി അദ്ദേഹം നമ്മളെ ഈ ചെറിയ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഭിന്നശേഷിക്കാരുടെ ഈ പുൽപ്പറ്റയിലുള്ള ഈ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തേക്ക് തന്നെ നമ്മുടെ പഞ്ചായത്ത് ഭിന്നശേഷിക്കാരെ കൈപിടിച്ച് സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ആ ഉയർന്ന ഭാഗം നമ്മുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ മക്കളെ എല്ലാവരെയും ഭിന്നശേഷിക്കാരായ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന, അവരെ പരിപാലിക്കുന്ന രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. എത്ര ബുദ്ധിമുട്ടും അതുപോലെ തന്നെ പ്രയാസകരവുമാണ് അവരെ പരിപാലിക്കുന്നത് എന്ന് വാക്കുകളിൽ പറയേണ്ട യാതൊരു കാര്യവും ഇന്ന് നമുക്ക് ആർക്കുമില്ല, സമൂഹത്തിന് പൊതുവിലില്ല. എന്നാൽ അവരെ പരീക്ഷിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി സമൂഹം നമ്മൾ കുറച്ചുകൂടി ഒരു പിന്തുണ കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ ഇത്ര സമയം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതിൻ്റെ സാരം. അവരെ നോക്കാൻ അവരെ ബാക്കിയുള്ള രക്ഷിതാക്കൾ തയ്യാറാണ്. ഈ സ്ഥാപനത്തിൽ ഉള്ളവർ, ഈ പരിവാർ, ഈ കൂട്ടായ്മയിൽ ഉള്ളവർ ഒക്കെ തയ്യാറാണ്. കാരണം അതിനുവേണ്ടി തയ്യാറായി. അത് എന്തു തന്നെയാണെങ്കിലും ശരി, ആ ത്യാഗം ഒരു പുണ്യപ്രവൃത്തിയാണ് എന്ന് കരുതി ചെയ്യുന്നവരാണ് ഈ സംഘടനയിലൊക്കെ ഉള്ളത്. ഇവിടെ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് കുഞ്ഞാപ്പജിയും അതുപോലെ ബാക്കിയുള്ളവരും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പഞ്ചായത്ത് ഈ കുട്ടികൾക്ക് വേണ്ടി ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് മാത്രം കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഇത്ര സമയവും പറഞ്ഞുകൊണ്ടിരുന്നത്. തീർച്ചയായും അത് സംബന്ധിച്ചുള്ള നിവേദനം ഞാൻ വാങ്ങുന്നുണ്ട്. നമുക്ക് ഈ കൂട്ടായ്മക്ക് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ആ പരിഗണന വെച്ച് ആവുന്നതൊക്കെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ചെയ്യും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ആവശ്യമായ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിവേദനത്തിലുണ്ട്. നമുക്കൊക്കെ അറിയാം, എല്ലാ കാലത്തും ഉള്ള, ഞാൻ സാമൂഹ്യക്ഷേമ വകുപ്പ് മുമ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ ശ്രദ്ധരായി നമ്മുടെ ഈ ഭിന്നശേഷിക്കാരായ
ജനങ്ങളുടെ, കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും അവരുടെ പ്രശ്നങ്ങൾ ബദ്ധശ്രദ്ധയോടുകൂടി പരിഹരിച്ച് നോക്കിയാലേ അത് നടക്കുള്ളൂ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വേണ്ടമാതിരി അത് ഒരു കാലത്തും ചെയ്തു കൊടുക്കാൻ ഒരു ഗവൺമെൻറ്റിനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ നല്ല ശ്രദ്ധ ചെലുത്തിയാൽ കുറേയൊക്കെ മാറ്റം വരുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന പുതിയ ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ പ്രാധാന്യം കൊടുത്തും ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യുന്നു. ലൈസൻസ് അതായത് സർട്ടിഫിക്കറ്റ് മെന്റലി ആണെങ്കിൽ കുഴപ്പമില്ല, അതൊക്കെ അതുപോലെ ലോക്കോ മോട്ടോർ അതുകൊണ്ട് കൊടുക്കാല്ലേ കിട്ടോട്ടോ. അതുപോലെ കൊടുക്കണില്ല എന്ന് പറയുന്നത് ആർടിഒമാരെല്ലാം പ്രശ്നങ്ങളാണ്, സ്കൂളുകാരെ പ്രശ്നങ്ങളാണ്. സ്കൂൾക്ക് വണ്ടിയൊക്കെ അടിച്ച് പോകാം, അല്ലാതെ എന്താ പ്രശ്നം? എൻ്റെ സത്യം ഒന്ന് എഴുതി തന്നാ ചക്രവാൻ ശരിയാക്കാട്ടോ. ബോധവൽക്കരണവും ആവശ്യമാണ്. അതുപോലെ ചികിത്സാ രീതികളും ഒക്കെ പറഞ്ഞു കൊടുക്കലും അതിനു വേണ്ടി സഹായം ചെയ്യലും ഒക്കെ. ാണ് ഇപ്പോൾ വേദിയിൽ ബഹുമാനപ്പെട്ട IT വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P.K. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിസ്മയകരമായ ഒരു നിമിഷത്തിന് പിൻപറ്റ പഞ്ചായത്തിന്റെ കോമ്പൗണ്ട് സാക്ഷിയാകുകയാണ്. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയെ അക്ഷരാർത്ഥത്തിൽ അടിവരയിട്ടുണ്ട് തുടക്കം കുറിക്കുകയാണ് ഈ പദ്ധതിയോട് പിൻപറ്റാൻ ഗ്രാമപഞ്ചായത്ത്.
മികവ് പുലർത്തിയവരെ ആദരിക്കലും അതുപോലെ പുതിയ രീതികൾ സാങ്കേതിക വിദ്യകളും ഒക്കെ അവരെ പരിശീലിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന് തുടങ്ങി. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. മനുഷ്യൻ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നത് സർവ്വസാധാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആലോചിച്ച് സ്വയം തീരുമാനം എടുക്കുന്ന യന്ത്രങ്ങളും മനുഷ്യൻ തന്നെയാണ് രൂപപ്പെടുത്തിയത്.